ചെയ്ത് മാക്സിമം എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്യുക. നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോ ക്യാമറ ഓഫ് ആക്കി ഇരിക്കുന്നത് ഒരു അത്ര നല്ല സുഖമുള്ള ഏർപ്പാടല്ല. അപ്പൊ ഒന്ന് കണ്ട് സംസാരിക്കാമല്ലോ നമുക്ക്. നമ്മളൊക്കെ ലേഡീസ് അല്ലേ, എല്ലാവരും ഒന്ന് വീഡിയോയിൽ വന്നാല് വളരെ ഉപകാരമായിരുന്നു. എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നത്, ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമുക്കൊന്ന് തോട്ട് മാനേജ്മെന്റ് എന്നാണ്, മാനേജ്മെന്റിനെ പറ്റിയാണ്, ചിന്തകളെ പറ്റി ഒന്ന് നിരീക്ഷിക്കുകയാണെന്ന് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ലളിതമായ രീതിയിൽ നിങ്ങളോട് ഇതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിന്തകളെ പറ്റി പറയുകയാണെങ്കിൽ മനുഷ്യന് മാത്രം ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു കഴിവാണ് ചിന്തിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത്. മറ്റൊരു ജീവജാലങ്ങൾക്കും ചിന്തിക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടില്ല. ചിന്തകള് തോട്ട് മാനേജ്മെന്റ് ഈസ് ദ ബെസ്റ്റ് മാനേജ്മെന്റ് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ചിന്തയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ചിന്തകളെ. ഖുർആനിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, നീ ചിന്തിക്കുന്നില്ലേ, നീ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിന്തകൾ അത്രക്കും പ്രധാനമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് ഉദ്ദേശമുണ്ടോ? അങ്ങനെ ഉദ്ദേശമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇവിടെ ജീവിതം മാറ്റണം, ഒരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആർക്കും ആഗ്രഹമില്ലേ? ചിന്തകളിൽ മാറ്റം വരുത്തണമെന്ന്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇടപെടേണ്ടത് നമ്മുടെ ചിന്തകളിലാണ്. പ്രസന്റ് ഈസ് ദ റിസൾട്ട് ഓഫ് പാസ്റ്റ് തോട്ട്സ്. ഇന്നത്തെ നമ്മളൊരു ജീവിതം, നമ്മൾ കഴിഞ്ഞ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മനസ്സിലായില്ലേ ചിന്തകളുടെ ഒരു ഇത്? നമ്മൾ എന്താണോ കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചിന്തകളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ചിന്ത എന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തകളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അഥവാ നമ്മൾ കണ്ടും കേട്ടും രുചിച്ചും മണത്തും തൊട്ടും ഒക്കെ അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന ഇൻപുട്ടുകളിൽ നിന്നാണ് നമ്മുടെ ചിന്തകൾ രൂപപ്പെടുന്നത്. പിന്നെ ചിന്തകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിന്തകളാണ് നമ്മുടെ ചിന്തകളുടെ സർക്കിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വാക്കുകള്, സ്വഭാവങ്ങള്, ശീലങ്ങള്, പ്രവൃത്തികളൊക്കെ ആയിട്ട് നമ്മളൊരു ഡെസ്റ്റിനി അതായിത്തീരും. അങ്ങനെയാണ് ചിന്തകളുടെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ നല്ല ചിന്തകളാണ് നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നല്ല വാക്കുകള്, നല്ല പ്രവൃത്തികള്, നല്ല ശീലങ്ങള്, നല്ല സ്വഭാവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മളൊരു നല്ലൊരു തലത്തിലെത്തിക്കും. ചീത്ത ചിന്തകളാണ് നമ്മളിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമ്മള് സ്വഭാവങ്ങള്, പെരുമാറ്റങ്ങള്, രീതികൾ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതങ്ങനെ നെഗറ്റീവ് തലത്തിലായിരിക്കും നമ്മളെ എത്തിക്കുക. ചിന്തകൾ നമ്മളൊരു കാര്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, തുടർച്ചയായിട്ട് നമ്മൾ എന്താണോ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളെ ചിന്തകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായിരിക്കും നമ്മളെ ചിന്തകളിൽ വന്നുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു ദിവസം നമ്മളെ ഉള്ളിൽ ഒരു 30,000-നും 50,000-നും ഉള്ളിൽ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ 80% ചിന്തകളും നെഗറ്റീവ് ചിന്തകളാണ്. അപ്പൊ നെഗറ്റീവിനെ നമുക്ക് ആകർഷിക്കാൻ കുറച്ച് ഒരു ത്വര കൂടുതലാണ് മനുഷ്യന് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇടപെടേണ്ടത് നമ്മുടെ ചിന്തകളിലാണ്. നമ്മൾ പ്രവൃത്തികൾ മാറ്റാന്നോ ശീലങ്ങൾ മാറ്റാന്നോ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ചിന്തകളാണ്. നമ്മൾ എന്തെങ്കിലും ഉയരാന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചിന്തകളെ ഉയർത്തുകയാണ് ഏക മാർഗം. നമ്മളിപ്പോ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്യൂലേ? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു കുക്കിങ്ങിനെ പറ്റിയാണ് നമ്മൾ സെർച്ച് ചെയ്യണതെങ്കിൽ ആ കുക്കിംഗ് വീഡിയോസ് തന്നെ ആയിരിക്കും വന്നുകൊണ്ടേയിരിക്കുക. വീണ്ടും വീണ്ടും അതന്നെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക. അതുപോലെയാണ് ചിന്തകൾ. നമ്മൾ ഗാർഡനിങ്ങിനെ പറ്റിയാണ് നോക്കണമെങ്കിൽ അതന്നെ ആയിരിക്കും വീണ്ടും വീണ്ടും വരിക. അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ നോക്കണമെങ്കിൽ അതന്നെ ആയിരിക്കും ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും അതിങ്ങനെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചിന്തകളായിട്ട് വരും. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവങ്ങൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ആദ്യത്തെ അതേപോലെ ആവില്ലല്ലോ. പക്ഷെ ചിന്തകളെ നമുക്ക് നന്നായിട്ട് മാറ്റാൻ പറ്റും. അത് നമുക്കൊരു കുറവൊന്നും ആയിട്ട് അനുഭവപ്പെടൂല. എന്താണ് ചിന്തകൾ മാറ്റണം എന്നുണ്ടെങ്കിൽ.
നമ്മൾ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മളിപ്പോ ഒരു ടീച്ചർ ആവണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മളൊരു ടീച്ചർ ആയിട്ടുണ്ടാവും. നമ്മളെ മുൻകാല ചിന്തകളിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രവർത്തിക്കും, അതാണ് ഉണ്ടാവുന്നത്. ഡോക്ടർ ആവണമെന്നോ എന്താണ് നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഡോക്ടേഴ്സോ പിന്നെ എഞ്ചിനീയേഴ്സോ അങ്ങനൊക്കെ നമ്മൾ എന്താണ് നമ്മളെ ജീവിതത്തിൽ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ അത് നമ്മളെ ജീവിതത്തിൽ സംഭവിക്കും. ചിന്തകളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. പോസിറ്റീവ് ചിന്തകള്, നെഗറ്റീവ് ചിന്തകള്, ന്യൂട്രൽ. പോസിറ്റീവ് ചിന്തകൾ നമ്മളെ വളർത്താനുള്ള ചിന്തകളാണ്. നെഗറ്റീവ് ചിന്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായി നമുക്ക് വരുന്ന എല്ലാ ചിന്തകളെയും, നമുക്ക് ഒരാളുടെ അസൂയ തോന്നാണ്, ഒരാളെ വഞ്ചിക്കണം എന്ന് തോന്നുകയാണ്, ഒരാളെ ചതിക്കണം എന്ന് തോന്നുകയാണ്, ഒക്കെ നെഗറ്റീവ് ചിന്തകളാണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് അല്ല, നമുക്കിപ്പോ കുറച്ചു നേരം ഒന്ന് ഉറങ്ങണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതിനൊക്കെ ന്യൂട്രൽ ആയിട്ട് കാണാം. ന്യൂട്രൽ ചിന്തകൾ പൊതുവെ വളരെ കുറവാണ്. നെഗറ്റീവ് ചിന്ത നിങ്ങളെ ചിന്തകളെ പറ്റിയിട്ടൊന്ന് നോക്കിയാൽ മതി. ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം നിങ്ങളെ ചിന്തകൾ. ഇപ്പൊ നിങ്ങളെ മനസ്സിലൊക്കെ വരുന്ന കുറച്ച് പോസിറ്റീവ് ചിന്തകൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പോസിറ്റീവ് ചിന്തകൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പറ. ആർക്കും ഒരു ചിന്തയും വരുന്നില്ലേ? ചോദിച്ചത് നല്ല മഴയാണ്, വോയിസ് അങ്ങോട്ട് നന്നായി ക്ലിയർ ആവുന്നില്ല. പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് പോസിറ്റീവ് ചിന്തകളെ പറ്റി പറയാൻ പറ്റുമോ? ഓക്കെ, ഒരാളെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല പ്രൊഫഷനിൽ എത്തണം, പഠിക്കണം. അതെ അതെ, അതൊക്കെ പോസിറ്റീവ് ചിന്തകൾ. ഇനിയിപ്പോ നെഗറ്റീവ് ചിന്തകൾ പറയാൻ പറ്റുമോ? ഇപ്പൊ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന കുറച്ച് നെഗറ്റീവ് ചിന്തകൾ. നെഗറ്റീവ് ചിന്തിക്കാൻ ടൈം ഉണ്ടായിരുന്നു, പോസിറ്റീവായി. ഇപ്പൊ ഇത് കേട്ടപ്പോ പോസിറ്റീവ് ആയില്ലേ? നെഗറ്റീവ് ചിന്തകൾ വരും, അത് സ്വാഭാവികമാണ്. കാരണം നമ്മളെ ഒരു ചിന്ത അങ്ങനെയാണ് പോണത്. 80% പോസിറ്റീവായ ആക്കി ചിന്തിക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തി, സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, അങ്ങനെ എത്തിയവരുണ്ടാവും, എത്താത്തവര് അത് എത്തണം. അതെങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ ന്യൂട്രൽ ചിന്തകൾ വന്നപ്പോ നമുക്ക് വെറുതെ എങ്ങനെ ഇരിക്കണം എന്ന് തോന്നാണ്, കിടക്കണം എന്ന് തോന്നാണ്, അതിനൊക്കെ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പൊ നമ്മളെ ചിന്തകൾ നമ്മളെ വളർത്തുന്നതാവണം, നമ്മളെ ഉയർത്തുന്ന ചിന്തകളായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. നമ്മളങ്ങനെ പറത്തുന്ന ചിന്തകളായിരിക്കണം നമുക്ക് എപ്പോഴും വേണ്ടത്. ഇനിയിപ്പോ ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടാവും, പക്ഷെ അത് ചെറിയ രീതിയിലൊക്കെ എല്ലാവരും. പക്ഷെ ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. അവർക്ക് ഭയമായിരിക്കും, എല്ലാത്തിനോടും ഭയമായിരിക്കും. മരിക്കണത് ഭയം, പിന്നെ എന്തെങ്കിലും പറ്റുമെന്ന് ഭയം, മരിക്കും എന്ന് തോന്നുന്നു ചിലർക്ക് അസുഖങ്ങൾ, എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ എനിക്ക് ആ അസുഖമാണ്, ഈ അസുഖമാണ്, മറ്റേ അസുഖമാണ് എന്നൊക്കെ തോന്നിയിട്ട് എപ്പോഴും പേടിയിരിക്കും. അങ്ങനെ ഒരു തരം നെഗറ്റീവ് ഉള്ള ആൾക്കാരുണ്ട്. പിന്നെ ചിലർക്ക് പുച്ഛായിരിക്കും, എല്ലാത്തിനോടും പുച്ഛം, എല്ലാത്തിനോടും വെറുപ്പ്. അയാം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാൻ മാത്രമേ ശരിയുള്ളൂ, ബാക്കി ഒന്നും ശരിയല്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്. നമ്മളൊക്കെ ഇപ്പൊ നമ്മളോട് ഒരു ആള് വന്നിട്ട് സുഖാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? എന്തൊക്കെയാണ് സുഖാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? എന്തൊക്കെ വിശേഷം, സുഖാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അറിയില്ല, എല്ലാരും പെട്ടെന്ന് എങ്ങനൊക്കെ പോണെന്നല്ല പറയാ. അതെങ്ങനൊക്കെ പോണ്, തട്ടിമുട്ടി പോണെന്നൊക്കെ നമ്മൾ പറയാ. നമ്മൾ ഒരിക്കലും സുഖാണ് അൽഹംദുലില്ലാന്ന് വളരെ ചുരുക്കം ആൾക്കാരെ പറയുള്ളൂ. നമ്മളൊക്കെ അങ്ങനെ. പക്ഷെ നമ്മൾ നെഗറ്റീവുള്ള ആൾക്കാരുടെ ഒരു ലക്ഷണമാണത്. അപ്പൊ നിങ്ങളൊക്കെ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇനി മുതൽ അൽഹംദുലില്ലാ സുഖാണ് എന്നാണ്ട് പറഞ്ഞു നോക്കി, കുഴപ്പമൊന്നുമില്ല. നമ്മള് പോസിറ്റീവായ ആൾക്കാരെ കണ്ടാൽ തന്നെ നമുക്കറിയാം, നമുക്ക് അവരോടൊന്ന് പോയി സംസാരിക്കാനൊക്കെ തോന്നും. പിന്നെ ഉള്ളതാണിത്, എന്ത് പറഞ്ഞാലും അവരെ കുടുംബം ശരിയല്ല, അവരെ പാർട്ടി ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല പറയണ ഒരാൾക്കാരുണ്ട്. അതും അവര് ഒരു നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരാണെന്ന് നമുക്ക് പറയാം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാല്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിക്കട്ടെ, അത് നന്നായിരിക്കും, ഇത് ചെയ്താൽ നല്ലതാവും എന്നൊക്കെ നമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയല്ലോ, എന്ത് ചോദിച്ചാലും പറയല്ലോ അതൊന്നും ചെയ്യണ്ട, അതൊന്നും ശരിയാവൂല എന്ന് പറയാം. അങ്ങനെയുള്ള ആൾക്കാരില്ലേ? അതുപോലെ എന്തെങ്കിലും ഒരു ദുശീലമൊക്കെ മാറ്റാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. നമ്മളൊക്കെ എനിക്ക് ഇപ്പോ നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ചാൽ തീരെ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അതുപോലെ വാട്സപ്പിൽ, ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ ഇന്ന് സമയം കളയുമ്പോൾ നമുക്കത്
മാറ്റണം എന്ന് വിചാരിച്ചാലും മാറ്റാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും. അവരൊക്കെ നമുക്ക് ഇങ്ങനെ നെഗറ്റിവിറ്റി കുറച്ചൊക്കെ ഉള്ള ആൾക്കാരാണ്. പിന്നെ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യല്ലോ. നമ്മൾ ഇങ്ങനെ ഇപ്പൊ എപ്പോഴും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യൂലോ ഓരോ വീഡിയോസ് ഒക്കെ. ഈ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാർ ഫുള്ള് ഷെയർ ചെയ്യുക നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും. അവര് ശരിയല്ല, അവര് ശരിയല്ല, അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും. പക്ഷെ പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാർ നമ്മൾ കോമഡി വീഡിയോസ്, മോട്ടിവേഷൻ വീഡിയോസ്, നല്ല കോഴ്സ് ഇതൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒക്കെ പരിപാടി നമ്മളെ താരത്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റണം. കാരണം ഈ നെഗറ്റിവിറ്റി നമ്മൾ ഒരിക്കലും ഒരു വളർച്ച ഉണ്ടാവില്ല. നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വളർച്ച ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് നമ്മൾ ദോഷം ചെയ്യുന്ന കാര്യം. സംഭവം ചിലപ്പോ നമുക്ക് ഭയങ്കര ഇതിപ്പോ എന്താന്നൊക്കെ തോന്നും. പക്ഷെ അത് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കാത്ത ഒരു സംഭവമാണ് നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ്. അപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുക. നെഗറ്റീവുള്ള ആൾക്കാരിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക. The wise man change his mind. The fool man will never. അതൊരു മനഃശാസ്ത്രജ്ഞൻ എഴുതിയ റെയ്മണ്ട് ഹോളിസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരൻ അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയതാ. ബുദ്ധിയുള്ള മനുഷ്യന്മാര് ചിന്തകളെ മാറ്റാൻ ശ്രമിക്കും, ബുദ്ധിയില്ലാത്തവര് അത് മാറ്റാൻ ശ്രമിക്കില്ല എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആയിരിക്കാന് ശ്രദ്ധിക്കണം. അത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും. ഈ ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ചിന്തിച്ചിട്ട് ശരിക്കും നമ്മളെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും അവർ ചിന്തിക്കുക. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിനെ ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. അതിന് ചിന്തിച്ച് ഒരു കാട് കയറിയിട്ട് ഡിപ്രഷനൊക്കെ പോലുള്ള അവസ്ഥയിൽ അവരെത്തും. അപ്പോ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പോസിറ്റീവായി ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ വേണ്ടിയിട്ട്, പോസിറ്റീവായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് പോസിറ്റീവ് ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിമർശനങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നേരിടാൻ. അതുപോലെ ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ മനസ്സ് പറയും ഇത് ചെയ്യാൻ പറ്റൂല എന്ന്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റണം. അതാണ് പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില വിമർശനങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോ ഡൗൺ ആവും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർക്ക്. അപ്പൊ നമ്മളെ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മൾ എന്ത് വിമർശനം വന്നാലും അതിനെ നേരിടാൻ നമുക്ക് പറ്റണം. പിന്നെ നമുക്ക് തോന്നാണ് ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ മനസ്സിങ്ങനെ പറയും ചെയ്യണ്ട, പറ്റൂല. പക്ഷെ നമുക്ക് പറയാൻ പറ്റണം എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് ആദ്യം നമ്മളെ ചിന്തകളെ പറ്റി മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മളെ വരുന്ന ചിന്തകൾ നമ്മളെ മനസ്സിൽ അധികം നെഗറ്റീവ് തോട്ട്സ് വരികയാണെങ്കിൽ നമ്മളത് ഒരു പുസ്തകത്തേക്ക് എഴുതി വെക്കണം. നമ്മളെ മനസ്സിൽ വരുന്ന ചിന്തകളൊക്കെ നമ്മളെ ഒരു പുസ്തകത്തിൽ കണ്ട് എഴുതി വെക്കുക. 2-3 ദിവസം നമ്മൾ ഈ തുടർച്ചയായിട്ട് ഇത് എഴുതി വെക്കുമ്പോൾ നമ്മളെ ഉപബോധ മനസ്സിന് ഇത് മനസ്സിലാവും നമ്മളെ നിരീക്ഷണത്തിലാണ്. അപ്പൊ ഈ ചിന്തകൾ അവിടെ സ്റ്റോപ്പാണ് കാണാൻ. 2-3 ദിവസം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ചിന്തകൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിട്ടോ. നിങ്ങളെ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. 2-3 ദിവസം തുടർച്ചയായിട്ട് നമ്മളെ മൈൻഡിൽ വരുന്ന പോസിറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ് ന്യൂട്രൽ എഴുതുക. എന്നിട്ട് നമ്മളെ ചിന്തകൾ ഇങ്ങനെ എഴുതുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളെ മനസ്സിൽ വന്നു പോണ ചിന്തകൾ എത്രയാണ് എന്ന്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചിന്തകളെ റീപ്ലേസ് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു ചിന്ത വരികയാണ്, നമുക്കിപ്പോ ഒരു എക്സാം ഉണ്ട്, അതിന് നമ്മൾ നന്നായിട്ട് പഠിക്കണുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു തോട്ട്സ് ഉണ്ടാവുകയാണ്, എനിക്കിതൊന്നും എക്സാമിന് ഞാൻ പഠിച്ചതൊന്നും വരൂല, എനിക്കൊന്നും എഴുതാൻ കിട്ടില്ല, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നൊക്കെ ഒരു തോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റീപ്ലേസ് ചെയ്യുക, അതിനെ മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പോസിറ്റീവ് തോട്ടാക്കുക. ഞാൻ പഠിച്ചത് തന്നെ വരും, എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും എന്നൊക്കെ. അതങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കൊടുക്കുക. അപ്പൊ അതേപോലെ തന്നെ സംഭവിക്കും, നമുക്ക് നന്നായിട്ട് എഴുതാനും പറ്റും, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. പിന്നെ നമ്മളൊക്കെ ചിന്തിക്കൂല, ഇപ്പൊ നമ്മളെ മക്കളൊക്കെ ഇപ്പൊ സ്കൂൾ ഇട്ടിട്ട് കാണാല്ലേ, കുറച്ച് സമയം കാണാനില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താ ചിന്തിക്കുക? കുറച്ച് സമയം വരാൻ വൈകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്താ ചിന്തിക്കുക? എന്തെങ്കിലും ചിന്തിക്കുവോ? സംഭവിച്ചോന്ന് ചിന്തിക്കും. എന്താ സംഭവിച്ച് പലതും ചിന്തിക്കൂല. നമ്മള് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാന്ന് പല പല കാര്യങ്ങളും നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ കൂടെ കിടന്നു. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുക? അത് ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് കുട്ടിനെ ഭക്ഷണം കൊടുക്കുന്നതും കഥ പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ ചിന്തിക്കുക. അല്ലാതെ നമ്മൾ വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. കാരണം അങ്ങനത്തെ ചിന്തകൾ നമുക്ക് നല്ലത് ആവൂല വരുത്തുക. നമ്മളെ ചിന്തകളാണല്ലോ സംഭവിക്കുക. അപ്പൊ അതിനെ പോസിറ്റീവായിട്ട്
ചിന്തിക്കുക. അതുപോലെ പോസിറ്റീവായി ഇരിക്കാൻ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ? നിങ്ങൾ ആരെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതലുണ്ടോ? യെസ്, എഴുതാറുണ്ട്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള തന്ന അനുഗ്രഹം ഉണ്ടല്ലോ, ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക. നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് മാതാപിതാക്കള്, ഹസ്ബൻഡ്, മക്കള്, അതുപോലെ നമ്മളെ ശരീരം തന്നെ, നമ്മള് മനുഷ്യന്റെ ഒരു ശരീരം പറഞ്ഞ ഓരോ അവയവും ഭയങ്കര അത്ഭുതങ്ങളാണ്. മനുഷ്യന്റെ അവയവങ്ങൾ എന്നൊക്കെ പറഞ്ഞ അത് നമുക്ക് ഉണ്ടാവുമ്പോ അതിനെപ്പറ്റി അറിയില്ല. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ന്യൂനത എന്തെങ്കിലും സംഭവിച്ചാലോ ശരിക്കും നമ്മൾ അതിനെപ്പറ്റി അതിന്റെ ഒരു ഇത് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു അവയവം മാറ്റി വെക്കണമെങ്കിലൊക്കെ നമ്മൾ എത്രയാണ് അതിനത് ഉള്ളത്. പക്ഷെ നമുക്കത് ഒരു വിരലിന്റെ ഒരറ്റം പോലും നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര ഒരു വിഷമമുള്ള കാര്യമാണ് അത് ശരിയാക്കി എടുക്കാനും. പക്ഷെ നമുക്ക് ഉള്ളപ്പോ നമ്മൾ അതിന്റെ അനുഗ്രഹം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുപോലെ തന്നെ ഓരോ സംഭവവും നമ്മൾ രാവിലെ ഉണർന്നിട്ട് എണീക്കണ തന്നെ ഭയങ്കര ഒരു നന്ദി പ്രകടിപ്പിക്കേണ്ട കാര്യല്ലേ. ഇപ്പൊ വയനാട്ടിലൊക്കെ കണ്ടില്ലേ, നമ്മൾ ഒരു രാത്രി കൊണ്ടല്ലേ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടത്, ഒരുപാട് മനുഷ്യരെ നഷ്ടപ്പെട്ടതൊക്കെ. അപ്പൊ നമ്മൾ രാവിലെ ഉണർന്ന് എണീക്കണത് തന്നെ, ആരോഗ്യത്തോടെ എണീക്കണതിന് തന്നെ നമ്മൾ നന്ദി പറയണം. രാവിലെ തന്നെ ദൈവത്തിനോട് നന്ദി പറയണം. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മളെ ചുറ്റുമുള്ള ഏതാൾക്കാരോടും നമ്മൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് എന്തൊരു ഉപകാരം ചെയ്താലും നമ്മളവരെ നന്ദി അറിയിക്കണം. അത് ഏത് രീതിയിലും നമുക്ക് അറിയിക്കാം. ഒരു ചിരിയിലെങ്കിലും, ഒരു പുഞ്ചിരിച്ചോണ്ടെങ്കിലും നമ്മൾ എല്ലാ മനുഷ്യരെയും സമീപിക്കണം. അതിനിപ്പോ പൈസക്ക് ചിലവൊന്നുമില്ലല്ലോ. ചിരിക്കാനേ ഒരു ചിരി തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് സമ്മാനിക്കുമ്പോൾ അതൊരു നന്ദി പ്രകടനമാണ്. നമുക്ക് എന്തൊരു ഹെൽപ്പ് ആര് ചെയ്തു തന്നാലും നമ്മളത് നന്ദി പ്രകടിപ്പിക്കണം അവരോട്. കാരണം നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് നന്ദി പ്രകടിപ്പിക്കാൻ കുറച്ച് ബാക്കാണ് നമ്മൾ, അല്ലെ? അപ്പൊ നമ്മള് ഇനി മുതലെങ്കിൽ നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം. ഈ നന്ദി പ്രകടിപ്പിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അനുഭവിച്ചറിയട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ജേർണൽ എഴുതുന്നത് ഞാൻ അറിയാത്തവർക്ക് പറഞ്ഞു തരാണ്. നമുക്ക് ഓരോ ദിവസവും നമ്മൾ കിടക്കണതിന്റെ മുന്നേ നമുക്ക് എന്തെങ്കിലും ഒരനുഗ്രഹവും ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. നമുക്ക് രാവിലെ ഉറങ്ങി എണീക്കണ തന്നെ ഭയങ്കര അനുഗ്രഹമാണ്. ശ്വാസം എത്ര വലിയ അനുഗ്രഹമാണ്. അതൊരു കുറച്ച് സമയം നമുക്ക് ഇല്ലെങ്കിൽ എന്താണ്, വെന്റിലേറ്ററിലൊക്കെ കിടക്കാൻ, ഒരു ദിവസം കിടക്കാൻ എത്ര പൈസയാണ് ചെലവരുന്നത്. അപ്പൊ നമുക്ക് ശ്വസിക്കാൻ പറ്റണമെങ്കിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണില്ല. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമുക്ക് എന്താ ഇല്ലാത്ത കാര്യങ്ങൾ എന്താ, അതിനെപ്പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അത് ചിലപ്പോ എണ്ണാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഒരു 10 എത്ര എണ്ണിയാലും ചിലപ്പോ ഒരു 10ന്റെ ഉള്ളിൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഉണ്ടാവില്ല നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ. പക്ഷെ നമുക്കുള്ള കാര്യങ്ങൾ, നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണയാൽ ചിലപ്പോ അത് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത്ര അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഒരിക്കലും നന്ദി പറയാറില്ലല്ലോ. മനസ്സറിഞ്ഞ് നമ്മൾ നന്ദി പറയാന് പഠിക്കണം. അത് ദൈവത്തിനോടായാലും മനുഷ്യരോടായാലും. നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാരോ അതിനൊക്കെ നമുക്ക് മടിയല്ലേ. ആരായാലും നമ്മളെ കുട്ടികളടക്കം നമുക്ക് അതിന് മടിയല്ലേ. പക്ഷെ നമ്മളത് ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഭയങ്കര മാറ്റം ഉണ്ടാക്കും. സമാധാനം, സന്തോഷം ഒക്കെ ഉണ്ടാക്കുന്ന സംഭവം കേട്ടോ ഈ നന്ദി പ്രകടിപ്പിക്കല്. അത് ഒന്ന് ചെയ്തു നോക്കിയിട്ട് എല്ലാരും. അതുപോലെ നമ്മൾ ജേർണൽ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസം പോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കുണ്ടായ ഒരു 5 എണ്ണെങ്കിലും ഒരു ദിവസം നമ്മൾ കിടക്കണതിന്റെ മുന്നേ എഴുതി വെക്കുക. അതുപോലെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നന്ദി പ്രകടിപ്പിക്കുക, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറയുക. അതുപോലെ എഴുതി വെക്കുക. എന്നിട്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് വായിച്ചു നോക്ക്. നമുക്ക് ഭയങ്കര സന്തോഷം, സമാധാനം ഉണ്ടാവും. പിന്നെ നന്ദി പ്രകടിപ്പിക്കുന്നവർക്ക് അത് അനുഗ്രഹങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന പറഞ്ഞത്. ഇൻഷക്കർത്തും അസീദന്നക്കും എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. കാരണം നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുക, നിങ്ങൾക്ക് അനുഗ്രഹത്തെ ഞാൻ കൂട്ടിത്തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് അറിയില്ലെങ്കിൽ അറിയാത്തവരത് ഇനി മുതൽ ജീവിതത്തിൽ പകർത്തണം. കാരണം അത് ജീവിതത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാക്കുന്ന സംഭവമാണ്. കാരണം ഒരുപാട് ആൾക്കാരിൽ മാറ്റം ഉണ്ടാക്കിയത് നമ്മൾ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട്. നമ്മളിലൊക്കെ മാറ്റം ഉണ്ടാക്കിയതാണ്. അതാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക, ജേർണൽ എഴുതി വെക്കുക. അതുപോലെ എപ്പോഴും എന്തിനും എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുക. അതുപോലെ നമുക്ക് പോസിറ്റീവ് മനോഭാവം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് മൈൻഡ്ഫുൾനെസ്. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ആ സാഹചര്യത്തിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. ഇപ്പൊ എവിടെയാണ്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്,
അതിൽ മുഴുകി നമ്മൾ നല്ല സന്തോഷത്തിൽ അങ്ങോട്ട് പോയി ജീവിക്കുന്ന ഈ നിമിഷത്തില് കഴിഞ്ഞുപോയ കാര്യത്തിനെ ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് ഇന്ന് നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ചില ആൾക്കാരുണ്ട് ഭയങ്കര സന്തോഷമുള്ള സമയമായിരിക്കും, പോസിറ്റീവ് ഉള്ള സമയത്തും അവര് ദുഃഖങ്ങളായിക്കാരം തിരയുന്നത്. കഴിഞ്ഞു പോയ കാലത്തിലെ ദുഃഖങ്ങൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ഈ സമയത്ത് ഒരിക്കലും ഒരു സന്തോഷത്തിൽ അവർക്ക് ഒരു സന്തോഷം അവസരത്തിൽ അവർക്ക് ഒരു സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. അവർ കഴിഞ്ഞു പോയ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ചില ആളുകളുണ്ട് എന്ത് ദുഃഖത്തിലാണെങ്കിലും എന്ത് വിഷമത്തിലാണെങ്കിലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും, അവര് എന്തായാലും വിജയിക്കും. അപ്പൊ എന്ത് ചെയ്യാം, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം അത് കഴിഞ്ഞു പോയി, അതിൽ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം പറ്റും, കഴിഞ്ഞു പോയ നമ്മളെ നെഗറ്റീവ് അനുഭവങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളൊരു പാഠം പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ആ പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും, അത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റും, അത്ര പറ്റുള്ളൂ. പിന്നെ വരാൻ പോണ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് ഇനി എന്താവും, അതെന്താവും, ഇനി ഇതെന്താവും, അതൊന്നും ആലോചിച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതും നമ്മളെ കൺട്രോളിലല്ല. കാരണം നമുക്ക് ഇപ്പൊ ജീവിക്കുന്നത് നന്നായിട്ട് ജീവിക്കുക, നല്ല ചിന്തകൾ വെച്ച് പുലർത്തുക. പിന്നെ ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളൊന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ആണ്. പരീക്ഷണങ്ങൾ കൂടെ കടന്നുപോയ എല്ലാ ആൾക്കാർക്കും പറയണ്ടാവും അത് നമുക്ക് നല്ലതിനായിരുന്നു എന്ന് നമുക്ക് കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മളൊന്ന് സംസ്കരിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഇരിക്കുന്ന അതേ ലെവലിലേ പോവുള്ളൂ. നമ്മള് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുതിയ ഒരാളാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരില്ലേ, ഇതിൽ ഇഷ്ടമാതിരി പരീക്ഷണങ്ങൾ കൂടെ ഒക്കെ കടന്നുപോയവരില്ലേ? ഇവിടെ പോയി എല്ലാരും. ആ പരീക്ഷണങ്ങളൊക്കെ നല്ലതല്ലായിരുന്നോ? പിന്നെ ഒരു പാഠം പഠിച്ചില്ലേ പരീക്ഷണങ്ങളിലൊക്കെ? പഠിച്ചിട്ടില്ലേ? ആ പരീക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ ആവുമോ? അതൊക്കെ പാഠങ്ങളാണ്. അപ്പൊ നമ്മളൊന്ന് മാറ്റണം ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കും. കാരണം അത് കൂടെ കടന്ന് പോയാലാണ് നമ്മളൊന്ന് ലെവലായി വരുള്ളൂ എന്ന് അറിയാം. അതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതില്? യോഗ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അത് പോസിറ്റീവ് ആയിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാട്ടോ. നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്ക് പറയാൻ പറ്റൂലേ അത് അങ്ങനെ തന്നെയാണെന്ന്? ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് മാറ്റം തോന്നുന്നില്ലേ? മാനസികമായതാണ് കൂടുതലായിട്ട് മാറ്റം വരിക. യെസ്, മാനസികവും ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ മെഡിറ്റേഷൻ. അതെന്താണെന്ന് അതിന്റെ ഏറ്റവും ചെറിയ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമ്മൾ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരുന്നിട്ട് നമ്മളെ ഏറ്റവും സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കണം കേട്ടോ. സൗണ്ടും അതൊന്നും ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്നിട്ട് കണ്ണടച്ചിട്ട് നമ്മളെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ചുരുങ്ങിയത് 5 മിനിറ്റെങ്കിലും ഞങ്ങൾക്ക് ദിവസം അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് രാവിലെയാണ് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പെട്ടെന്നൊന്നും മാറ്റം ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. ഒരു ദിവസം 2 ദിവസം ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് മാനസികമായിട്ട് ചിലപ്പോൾ ഭയങ്കര കൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു മാറ്റം 2 ദിവസം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്താൽ തന്നെ ചിലപ്പോൾ നമുക്ക് നമ്മളെ മാനസിക നമുക്ക് തലവേദന അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് മാറും കേട്ടോ. നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതൊന്ന് താല്പര്യമുള്ളവര് ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവരെന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്ന് മാറണം, മെച്ചപ്പെടണം എന്നുള്ളവര് ചെയ്തു നോക്കുക. അതിന്റെയൊക്കെ പല രൂപങ്ങളുണ്ട് കേട്ടോ. മെഡിറ്റേഷന്റെ ഒക്കെ ഏറ്റവും സിമ്പിളായ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മളെ പ്രകൃതിയിലേക്കാണ്ട് ഇറങ്ങിച്ചെല്ലുക. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രകൃതിയിൽ എന്തൊക്കെ നമുക്ക് കാണാനുണ്ട്, ഒരുപാട് സംഭവങ്ങൾ കാണാണ്ടല്ലോ. മരങ്ങള്, ചെടികള്, ഇതൊക്കെ. അതുപോലെ നമ്മള് കൃഷി, അതുപോലെ നമ്മള് ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് നമ്മുടെ മനസ്സിനില്ലേ. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവും. നമുക്ക് ഒരു ഗാർഡനിങ് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കിയാലും പിന്നെ നമ്മൾ ഈ മണ്ണുമായിട്ടൊക്കെ ഒരു ഇതാകുമ്പോഴൊക്കെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അത് നമ്മളെ മനസ്സിനൊക്കെ വേറെ ഒരു കാര്യം നമുക്ക് കടന്നില്ല. കാരണം നമ്മൾ ഈ ചെടിയും നമ്മൾ കുഴിച്ചിട്ട മരങ്ങളും പിന്നെ നമ്മൾ എന്തൊക്കെ കിളികള്, വൃക്ഷങ്ങള്, അതുപോലെ നമ്മളെ അടുത്തൊക്കെ
എന്തെല്ലാം കാണാണ്ടാവും. നമ്മൾ അടുത്ത് ഒരുപാട് യാത്രകളൊന്നും പോയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലമൊക്കെ ഉണ്ടാവും. നല്ല പുഴകള്, പിന്നെ വയല്, കുന്നുമലൊക്കെ നമ്മൾ അടുത്തൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഒന്ന് അടുത്ത് കുട്ടികളൊക്കെ കൂട്ടി പോയിട്ട് കാണുക. വലിയ യാത്രകളൊന്നും അല്ലെങ്കിലും ചെറിയ യാത്രകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്യാം. നമുക്ക് തന്നെ നമ്മളെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും. അതുപോലെ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുക. വെറുതെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കണമൊക്കെ കുറച്ചു നേരം ഇരുന്നാലൊക്കെ നമുക്ക് നല്ല ചിന്തകൾ വരും. പ്രകൃതിയിലേക്ക് നോക്കിയിരുന്നാലൊക്കെ നമ്മൾ വെറുതെ ഈ ഫോണിലാണല്ലോ ഇപ്പൊ അധിക സമയം കളയുന്നത്. അതൊന്നും ഒരു പരിധി വിട്ടിട്ട് നമ്മൾ ആ ഫോണൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗം നമ്മളെ മാനസികാരോഗ്യത്തെ തകർക്കുകയാണ്. കാരണം പല 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 ന്യൂസുകളും നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളെ നമുക്ക് മെച്ചപ്പെടാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പക്ഷെ ഒരു പരിധിയിലപ്പുറം നമ്മൾ അതിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതുപോലെ മാനസികാരോഗ്യത്തിന് തന്നെ ഭയങ്കരമായിട്ടും ബാധിക്കും അത്. അതുപോലെ നമ്മൾ വ്യായാമം, എക്സസൈസ് ചെയ്യുക. 1/2 മണിക്കൂറെങ്കിലും നടത്തോ, നമുക്ക് എന്താ പറ്റണ. നടക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയത്. അതുപോലെ പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് കേൾക്കുക. നല്ല പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകം വായിക്കുക പറഞ്ഞത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. പുസ്തകം വായിക്കുന്ന ആൾക്കാരെയും വായിക്കാത്ത ആൾക്കാരെയും നമുക്ക് കണ്ടറിയാലോ. പുസ്തകം വായിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ ഒക്കെ. ഒരുപാട് വായനൊക്കെ നിർത്തിച്ചിട്ടുണ്ട് നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ വന്നതിന്റെ ശേഷം. ഞാനടക്കം പുസ്തകം വായിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ സ്ഥിരമായിട്ട്. പുസ്തകം വായിക്കൂലല്ലോ ഇപ്പൊ ആരുല്ലേ. ആദ്യം ഫോണിൽ വായിക്കലുണ്ട്, പുസ്തകങ്ങൾ. ഇപ്പൊ മടിയാണ്. അതാണ്. പണ്ടൊക്കെ നമ്മൾ വായിച്ചിരുന്നല്ലോ പുസ്തകം. ഒരാളുണ്ടല്ലേ, ജാസ്മിൻ വായിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിന്റെ ജീവിതത്തില് ഇതിലും എല്ലാത്തിലും അതിന്റെ ഒരു വ്യത്യാസം കാണും. പുസ്തകം വായിക്കുന്ന ആൾക്കാരുടെ സംസാരം കേട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് നമ്മളെ മാനസികാരോഗ്യത്തിന് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അതുപോലെ നല്ല ഉറക്കം വേണം. ഒക്കെ എത്ര നേരം വൈകി ഉറങ്ങുക, എന്നിട്ട് ഒരുപാട് നേരം വൈകി എണീക്കുക, അതൊക്കെയാണല്ലോ. പക്ഷെ നമ്മൾ നല്ല ഉറക്കം നമുക്ക് എന്തായാലും അത്യാവശ്യം. സ്ത്രീകൾ എന്ന നിലക്ക് നമുക്ക് ഉറക്കം അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിനൊക്കെ നമുക്ക് നല്ല ഉറക്കം നമ്മളെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ നന്നായിട്ട് ഉറങ്ങണം. പിന്നെ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നോക്കുക എപ്പോഴും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, നമ്മൾ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കണം. നമ്മൾ എവിടെ ചെന്ന് സംസാരിക്കുകയാണെങ്കിലും പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കുക. ആരെയും കുറ്റങ്ങളോ കുറവുകളോ അതൊന്നും നമ്മൾ പറയാന് അങ്ങനെ സമയം കളയാതിരിക്കുക. കാരണം അത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരുന്നത്. നല്ലത് പറയാൻ ശ്രമിക്കുക. എവിടെ ചെന്നാലും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ അടുത്തേക്ക്, പോസിറ്റീവായ ആൾക്കാർ അധികം ഇങ്ങനെ അടുത്ത് വരും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടോ. നമ്മളെപ്പോഴും ഈ നെഗറ്റീവ് നമുക്ക് അതില്ല ഇതില്ല എന്നൊന്നും പറയാതിരിക്കാതെ എപ്പോഴും എവിടെ ചെന്നാലും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നോക്കുക. നമുക്ക് അത് നമുക്ക് വേണ്ടാത്തത് എന്താന്ന് നമ്മൾ ചിന്തിക്കാൻ പോകരുത്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് ആദ്യം ചിന്ത വരിക. പക്ഷെ നമ്മൾ ചിന്ത കൊടുക്കേണ്ടത് നമുക്ക് വേണ്ട കാര്യം എന്താണ്. നമുക്ക് പഠിക്കണം, അതുപോലെ ജോലി നേടണം, ബിസിനസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചിന്തിക്കുക. ഡോണ്ടുകൾ നമ്മൾ ചിന്തിക്കാതിരിക്കുക. അപ്പൊ അതിനവിടെ സ്റ്റോപ്പ് ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് തിരിയുക. അത് ഭയങ്കരമായിട്ട് ചിന്തകൾ വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് തിരിയുക. പിന്നെ വെറുതെ ഇരിക്കാതിരിക്കുക. അധികം ആളുകളും ചെയ്യുന്നത് നമ്മളൊരു 10-40 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരം നമുക്ക് വയസ്സായി, നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാണ്. പക്ഷെ അത് തെറ്റാണ് കേട്ടോ. 40 വയസ്സിനൊക്കെ ശേഷമാണ് നമുക്ക് പലതും ചെയ്യാൻ പറ്റുക. കാരണം നമ്മൾ അതുവരെ നമ്മൾ സ്ത്രീകൾ എന്ന നിലക്ക് ഭയങ്കര നമുക്ക് ഒരു കാര്യത്തിന് നമുക്ക് ചിലപ്പം ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല. കാരണം കുട്ടികളെ കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണല്ലോ. ഒരു 40 വയസ്സിന് ശേഷമാണ് നമ്മളൊക്കെ ഫ്രീ ആവുക. ഞാനൊക്കെ അങ്ങനെയാണ് ഫ്രീ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ശരിക്കും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്ന് ചെയ്യണം എന്നൊക്കെ തോന്നുക. പക്ഷെ ചിലർക്ക് തോന്നും ഇപ്പൊ എന്താ വയസ്സായാലും ഇങ്ങനെ ഇരിക്കാം. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ വെറുതെ ഇരിക്കണത്. വെറുതെ ഇരിക്കണത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ ഇവിടെ? ഒരുപാട് സമയം വെറുതെ ഇരിക്കണ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? ഇല്ല. അത് നന്നായി. ഇഷ്ടമുള്ള വെറുതെ ഇരിക്കാൻ ആൾക്കാരുണ്ടാവാൻ സമയം സാധ്യത തന്നെ ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണോണ്ടേ ഒരു 10 മിനിറ്റ് മര്യാദക്ക് ഇരിക്കാൻ സമയമില്ല. എന്താ ചെയ്യുന്നത്? ഇതിപ്പോ ഈ ഓൺലൈനായിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നോണ്ട് ഇപ്പൊ ഒന്നും ചിന്തിക്കാനൊന്നും സമയമില്ല. അതാണ് നല്ലത്. ചിന്തിക്കാൻ സമയം കൊടുത്താൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ചിന്തകള് വരുന്നത്. അലസമായ മനസ്സിലാണ് ചെകുത്താൻ കൂട് കൂട്ടുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ സമയം കിട്ടുമ്പോഴാണ് നമുക്ക് ചിന്തകൾ വന്ന് അവിടെ കാട് കയറുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കുക. അപ്പൊ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറെ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവില്ല.
അപ്പൊ എന്ത് ചെയ്യാ, നമ്മളിങ്ങനെ വെറുതെ ഇന്ന് സമയം കളയാതിരിക്കുക. നമുക്ക് നമ്മളൊരു സ്കില്ല് തിരിച്ചറിയാം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നന്നായിട്ട്, എന്തും ചെയ്യാം. നമുക്ക് വേണ്ടാത്തൊരു കാര്യത്തേക്ക് പോയാൽ മതി. നമുക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോ നമുക്കൊരു സ്കില്ല് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയാല് അതിൽ കൂടുതൽ ആ കാര്യത്തിൽ നമുക്ക് കൂടുതലൊന്ന് പഠിച്ചാൽ മതി. അപ്പൊ നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന കാര്യത്തിൽ ഒരു കഴിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. ഇപ്പൊ നമുക്ക് യൂട്യൂബിലൊക്കെ പറഞ്ഞ മാതിരി വെറുതെ ഇരുന്ന് ഓരോ വീഡിയോസ് കാണുന്ന നേരം നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റുക, നമുക്ക് എന്താണ് സ്കില്ലുള്ളത് ആ കാര്യത്തിന്, അതൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാം കേട്ടോ. യൂട്യൂബിലൊക്കെ വെറുതെ നമ്മൾ അതും ഇതും റീൽസ് ഒക്കെ കാണുന്ന നേരം നമുക്ക് അത് പറ്റും. നമ്മളെ ജീവിതത്തിന്റെ താക്കോല് നമ്മളെ കയ്യിൽ തന്നെ പിടിക്കണം. പിന്നെ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അവര് കാരനാണ് ഇവര് കാരനാണ് അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. ഒരു ചിത്രം ഒരു ചിത്രകാരൻ ഇപ്പൊ ഒരു ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അയാളെ കുറ്റാണെന്ന് അയാൾ പറയല്ലോ, ഒരു ശില്പിയാണെങ്കിലും പറയും. പക്ഷെ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയത് അവരെ കുറ്റാണ് ഇവരെ കുറ്റാണ് എന്നൊക്കെ. പക്ഷെ ഒരാളെ നമുക്ക് മാറ്റാൻ പറ്റൂല. നമ്മളിൽ മാത്രമേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. നമ്മളിൽ മാറ്റം വരുത്തിയാൽ ചിലപ്പോൾ നമ്മളെ ചുറ്റുമുള്ളവര്, നമ്മളെ ഹസ്ബൻഡ്, നമ്മളെ മക്കള്, അവരിലൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അല്ലാതെ നമ്മൾ ആരും കുറ്റപ്പെടുത്തിയിട്ടോ ആരും മാറ്റാൻ നടന്നിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ മാത്രം മാറുക മാത്രമേ ഒരു മാർഗമുള്ളൂ. അതുപോലെ നമുക്കൊരു ലക്ഷ്യം വേണം. വെറുതെ വീട്ടിലെ പണിയും ചെയ്ത് കിടന്നുറങ്ങി സമയം കഴിച്ച് അങ്ങനെ വെറുതെ അവിടെ പോയി സംസാരിച്ച് ഇവിടെ വന്ന് സംസാരിച്ച് അതിലൊന്നും അങ്ങനെയൊന്നും സമയം കളയാൻ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഗോള് വേണം, എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം. എന്നിട്ട് നമ്മൾ അതിനായിട്ട് ശ്രമിക്കണം. അതിലേക്ക് ആ ലക്ഷ്യത്തേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെടാൻ നമ്മൾ ചിന്തിക്കണം. അതിന് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക. 2-3-4 സ്റ്റെപ്പ് ഉണ്ട് ഓരോ ലക്ഷ്യത്തിനും. അത് നമ്മൾ എഴുതി വെക്കുക. ആദ്യം ഞാനിപ്പോ എന്റെ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യണം, ചിലപ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും ഒരു ലക്ഷ്യം എത്തണമെങ്കിൽ. അപ്പൊ അതൊക്കെ എങ്ങനെ എത്തിപ്പെടാന്ന് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് സെറ്റ് ചെയ്യുക. ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അതിനെ ഓരോ ചുവട് വെക്കുക. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ നീങ്ങിയാൽ തന്നെ നമ്മൾ പോസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മളെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഈ കോമഡി വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടാൽ മതി. അതുപോലെ നമ്മളെ കുറെ മറിമായൊക്കെ അല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത് നമ്മളെ മാനസികമായിട്ടുള്ള ഒരു നമ്മൾ എപ്പോഴും ഈ ഓരോ വിഷമമുള്ള ഓരോ വീഡിയോസ് ഇങ്ങനെ കാണാതിരിക്കരുത്. അതുപോലെ നമ്മൾ ഈ ചാരിറ്റി ഒക്കെ നടത്തുക. നമ്മളെ കൊണ്ട് പറ്റും. നമുക്ക് വലിയ രീതിയിലൊന്നും ചിലപ്പം പറ്റുണ്ടാവില്ല. ഉള്ളത് കൊണ്ട് നമ്മൾ കൊടുക്കുക. പണമായിട്ട് മാത്രമല്ല, നമുക്ക് മാനസികമായിട്ട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുക ആൾക്കാരെ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് വലിപ്പവും ചെറുപ്പവും നോക്കാതെ ഭയങ്കര ഒരു ഡോക്ടറാണ്, അത് എന്റെ ഫ്രണ്ടാണ്, സാധാരണക്കാരനാണ് എന്റെ ഫ്രണ്ട് ആക്കൂല, അങ്ങനെ പറ്റില്ല. വലിപ്പ ചെറുപ്പോ അല്ലെങ്കിൽ കുട്ടിയാണോ വലിയ ആളാണോ അങ്ങനെയൊന്നും ഒരു ഇത് നോക്കാതെ എല്ലാവർക്കും പരിഗണന കൊടുക്കുക. നമ്മളൊരാൾക്ക് പരിഗണന കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് പരിഗണന കിട്ടും. അപ്പൊ നമ്മൾ ആർക്കോ എന്തോ കൊടുത്ത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കിട്ടണത് നന്നാവണം എന്ന് നമുക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ ഏറ്റവും നല്ലത് കൊടുക്കുക. നമ്മളെ ആരും പരിഗണിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവും നമ്മള് മനസ്സിന്റെ ഉള്ളിൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ആരെയും വലുതോ ചെറുതോ കുട്ടിയാണോ വലിയ ആളാണോ സമ്പന്നനാണോ ദരിദ്രനാണോ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാരെയും പരിഗണിക്കുക. അപ്പൊ നമുക്ക് തിരിച്ചിങ്ങോട്ട് പരിഗണന കിട്ടും. അത് ഈ പോസിറ്റീവ് ആയിരിക്കാനുള്ള ഏറ്റവും നല്ല കാര്യമാണ്. നമ്മൾ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാരും പരിഗണിക്കുക നമ്മൾ എവിടെ ആയാലും. പിന്നെ നമ്മൾ നന്നായിട്ട് ചിരിക്കുക, അതുപോലെ പാട്ട് കേൾക്കുക. അതൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള ഉദ്ദേശിച്ചുള്ള ഓരോ കാര്യങ്ങൾ. പിന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം ഉണ്ടാവുക. പാട്ട് പാടാം, പാട്ടൊക്കെ പാടാലോ. പാട്ട് പാടാൻ ഇഷ്ടമാണെങ്കിൽ പാട്ട് പാടാം. പിന്നെ നമ്മൾക്കൊക്കെ ഉള്ളതാണ്, നമുക്ക് സ്ത്രീകൾക്കുള്ളതാണ്. നമുക്ക് നമ്മളോട് വേണ്ടിയിട്ടായിരിക്കും. നമ്മളെ മക്കൾക്ക് നമ്മൾ ഒരിക്കലും നമ്മളെ ഇഷ്ടങ്ങളൊന്നും അങ്ങനെ നോക്കൂലല്ലോ. തന്നെ നമ്മൾ കഴിക്കൂല, അത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അങ്ങനെ ഒരു ഐസ്ക്രീം തിന്നണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന വേണം. നമ്മളെ ഇഷ്ടങ്ങൾ പിന്നെ വേറെ ആരും നോക്കും നമ്മളല്ലാതെ. നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം ഉണ്ടാവണം. നമ്മൾ നല്ല അടിപൊളിയായിട്ട് നടക്കുക. നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്, നമുക്ക് എന്തെങ്കിലും പഠിക്കണം എന്നോ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും വിചാരിച്ച് നമ്മൾ ചെയ്യൂല. പക്ഷെ ബാക്കിയുള്ളവരെ ചിന്ത നമ്മളെ അടുത്തല്ലല്ലോ. അവരെന്ത് വേണമെങ്കിൽ ചിന്തിച്ചോട്ടെ, അത് അവരിഷ്ടമാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്താ വേണ്ടത് അത് നോക്കുക. നമ്മളെ ഇഷ്ടങ്ങൾക്ക് കുറച്ചൊക്കെ പ്രാധാന്യം കൊടുക്കുക. കാരണം നമ്മളെ ഇഷ്ടങ്ങൾ നമ്മളല്ലാതെ വേറെ ആരും നോക്കൂല. നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആരും ഇല്ലെങ്കിൽ, നിങ്ങളിപ്പോ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക,
അന്ന് ഫുഡ് ഉണ്ടാക്കുവോ നമ്മൾ ഒറ്റക്കുള്ളാണെങ്കിൽ? എന്താ ചെയ്യാന്ന്? നമുക്ക് ഇഷ്ടം നമ്മൾ ഒറ്റക്കുള്ളെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മളൊക്കെ എന്താ ചെയ്യാ? നമ്മളന്ന് അന്നൊന്നും ചെയ്യണ്ട, അന്ന് അങ്ങനെ തട്ടിമുട്ടിക്കോട്ടെ വിചാരിക്കും. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സംഭവം ഒന്ന് ഉണ്ടാക്കി തിന്നാൻ നമ്മൾ നോക്കൂലല്ലോ. പക്ഷെ സെൽഫ് ലവ് ഉള്ള ഒരാൾ എന്ത് ചെയ്യും? ഇന്നിപ്പോ എനിക്കെന്താ വേണ്ടത് അത് ഉണ്ടാക്കി കഴിക്കാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിക്കും. അതാണ് നമ്മൾ വേണ്ടത്. നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ വേറെ ആരും നമ്മളെ പരിഗണിക്കൂല. അപ്പൊ നമ്മൾക്ക് വേണ്ടത് നമ്മൾ തന്നെ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവനവനെ സ്നേഹിക്കാത്ത ആൾക്കാർക്ക് ബാക്കിയുള്ള ആരെയും സ്നേഹിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മളെ നന്നായിട്ടാണ് സ്നേഹിക്കുക. നമുക്കൊന്ന് പുറത്തു പോകണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പുറത്തു പോകാൻ പറ്റണം. ഇതിനിപ്പോ ഒരാൾ വേണമെന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ നന്നായിട്ട് നല്ല രീതിക്ക് പോയ ഒരു കുഴപ്പമില്ലല്ലോ. നമുക്കൊരു ഫുഡ് കഴിക്കണം തോന്നിയത് കഴിക്കുക. അതിനൊന്നും എന്താണ് ഒരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. അത് തെറ്റല്ല. സെൽഫ് ലവ് എന്നുള്ളത്, നമ്മളെ സ്നേഹിക്കണമെന്നൊന്നും ഒരു തെറ്റല്ല. പണ്ടൊക്കെ അതിനൊക്കെ ഒരു തെറ്റായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ നമുക്ക് അതിനൊന്നും തെറ്റായിട്ടില്ല കാണുന്നത്. ശരിക്കും അതിനൊന്ന് പിന്നെ ഒരു മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ പരിഗണിക്കാനൊക്കെ പറ്റണമെങ്കിൽ നമുക്ക് നമ്മളെ ഉള്ളിലുള്ള നമ്മളെ സ്നേഹിക്കാൻ പറ്റണം. എങ്കിലേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യമൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്കുള്ളത്. ചേഞ്ച് യുവർ തോട്ട്, ചേഞ്ച് യുവർ ലൈഫ്. ചിന്തകളെ മാറ്റുക ജീവിതത്തില്. ശരി. മുന്നപ്പോ കഴിക്കുകയാണെങ്കിൽ ഐസ്ക്രീം, സെൽഫ് ലവ് കൂടിയിട്ട് ഐസ്ക്രീം കഴിക്കാണ്. ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ നമ്മളെ തോട്ടുകൾ മാറ്റുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ പറഞ്ഞു തരാം. ആർക്കൊന്നും പറയാനില്ലേ? നല്ല നല്ല ക്ലാസ്സാണ്. ക്ലാസ് ആയിരുന്നു. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടാ. സത്യത്തിൽ ഇപ്പൊ മഴ കാണുമ്പോ ഒരു ഭയമാണ് മനസ്സില്. പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയ ഒക്കെ ഒരു ഉരുൾപൊട്ടൽ ഭീഷണിയിലുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഭയം മനസ്സിലുണ്ട്. നമ്മള് ഇത് കണ്ടതാണല്ലോ. ഫസ്റ്റ് എനിക്ക് കറണ്ടൊക്കെ പോയിട്ട് ആകെ ബേജാറായിപ്പോയി. ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ വേണം. പിന്നെ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിന്റെ ഫോൺ കണക്ട് ചെയ്ത് അതിലാണ് ഇതാക്കിയത്. ഫോൺ ഹാങ് ആയിപ്പോയി പെട്ടെന്ന്. കറണ്ടും പോയിട്ട് കമ്പ്യൂട്ടറിൽ ചാർജ് പോയി ആകെ ഗുലുമാലായി. പിന്നെ എന്തോ അൽഹംദുലില്ലാ പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞു. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് മഴയുടെ ബഹളത്തിന്റെ ഇടയിൽ കുറച്ചൊന്നും കേട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നല്ല ക്ലാസ് ആയിരുന്നു. എന്തായാലും എനിവേ ഇനിയും നമ്മള് മാമിന്റെ ക്ലാസ് ഇതുപോലെ നമുക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വരണം. അപ്പോ എല്ലാവരും എന്താണ് നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്കുകൾ പറയൂ. ഞാൻ റെക്കോർഡ് കണ്ടിട്ട് ഞാൻ പറയാം കേട്ടോ മാം. ഞാൻ കുറേയൊന്നും എനിക്ക് മിസ്സായി പോയി. പിന്നെ മാം വായിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ചെറുതിലെ വായിക്കുമായിരുന്നു. വായിക്കുകയും ചെയ്യും, എഴുതുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ കാലമായിട്ട് വായിക്കുമെങ്കിലും മൈൻഡ്ഫുൾനെസ് കൊടുക്കാൻ കഴിയുന്നില്ല. വായിക്കണം എന്നുള്ളത് കൊണ്ട് വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വായിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഒന്ന് എഴുതാറുണ്ട്. എഴുതിയിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് പലതും. പിന്നെ പഠിക്കാൻ മടിയാണ്. ഓക്കെ. അപ്പോ നന്നായി വായിക്കുന്ന ആൾക്കാർക്ക് നന്നായി എഴുതാൻ പറ്റുമല്ലോ അല്ലെ? അതെ അതെ. മോൾക്ക് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതാൻ എന്തെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുമ്പോൾ മലയാളം അവർക്ക് അറിയില്ലല്ലോ. ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെ മലയാളം അറിയില്ല. അപ്പൊ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ എന്നോട് ചോദിക്കും ഇതിന്റെ വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളം എഴുത്തെന്ന് പറയുമ്പോഴേ എനിക്ക് ഭയങ്കര കട്ടിയുള്ള വാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്കത് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. തിരുവനന്തപുരം. അടിപൊളി ക്ലാസ്. എന്താണ്? പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. മഴയുടെയും വേറെയുള്ള ബുദ്ധിമുട്ടൊന്നും ഞങ്ങളൊക്കെ ദുആ ചെയ്യാം. വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവൂല. പക്ഷേ മല ഏരിയ ആണ് ഇവിടെ. എന്തായാലും അടിപൊളി ക്ലാസ് ആയിരുന്നു. വീണ്ടും കേൾക്കാൻ തോന്നുന്നു. അപ്പൊ മാം തന്നെ ബാക്കി കാര്യങ്ങൾ കൂടി പറയും. നിങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ പറയാം, സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, ചോദിക്കുമായിരിക്കും എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ. പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ മടിയാണ്. മടി മാറ്റുക, വേറൊരു കാര്യമില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഇറങ്ങി പുറപ്പെടുക, വേറൊരു മാർഗവും ഇല്ല. ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് വോയിസ് ഉണ്ടോ? വോയിസ് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കാം. താല്പര്യമുണ്ട്. റെക്കോർഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും.
എന്തായാലും ഓക്കെ. അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സന്തോഷം. ഒരുപാട് പേര് വീഡിയോ ഓണാക്കിയിരുന്നു, അവസാനം വരെ കേട്ടിരുന്നു. നമ്മുടെ പിങ്ക് ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് അതിൽ എല്ലാവരും ഉണ്ടോന്ന് എനിക്കറിയില്ല. പിങ്ക് ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതില് നമ്മൾ റെക്കോർഡ് ഷെയർ ചെയ്യും. അതിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക, ഒരുപാട് പേരിലേക്ക് എത്തിക്കുക. ഈ ഒരു ഫ്രീ ക്ലാസ് ഒക്കെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതുമൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് നമുക്ക് മറ്റുള്ളവരോട് ഒരു നന്ദി പ്രകടനമായിട്ടൊക്കെ ഇത് തന്നെ കൊടുക്കാം. ഈ ക്ലാസ്സുകൾ കണ്ട ആർക്കെങ്കിലും ചിലപ്പോൾ ഒരു വരിയായിരിക്കാം ഒരു മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്കായിരിക്കാം ചിലപ്പോൾ ഒരു മനുഷ്യനെ മാറ്റിമറിക്കുന്നത്. ചിലരെ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ പറഞ്ഞ പോലെ മടി എന്നൊക്കെ പറയുന്ന സംഭവം അത് നമ്മൾ പതിയെ പതിയെ മാറ്റിയെടുക്കേണ്ടതാണ്. നമ്മൾ ഇപ്പൊ ഒരു പെട്ടെന്നൊരു മോട്ടിവേഷൻ കിട്ടിയിട്ട് ഓടിപ്പോയിരുന്ന് പഠിക്കാൻ നോക്കും, പക്ഷെ പറ്റില്ല. ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ പഠിക്കാൻ നോക്കരുത്. 5 മിനിറ്റ് പഠിക്കുക, പിന്നെ ബ്രേക്ക് എടുക്കുക, വീണ്ടും 5 മിനിറ്റ് പഠിക്കുക. പക്ഷെ ബ്രേക്കിന്റെ ലെങ്ത് കൂടി പോവരുത്. 5 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ അത് 10 മിനിറ്റ് ആക്കുക. അങ്ങനെ അങ്ങനെ പഠിക്കുക. എപ്പോഴും നമ്മള് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം പലതും. നമുക്ക് മരിക്കോളം പഠിക്കുക. പഠിപ്പിനൊരു സമയമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മളെ മതം പറയണത് എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന. പഠിപ്പ് എന്നാ അവസാനിക്കോ അവിടെ മരണം സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പഠിക്കന്നെ, നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യം എന്താണോ അത് ചെയ്യുക. അതിന് ആരെന്ത് വിചാരിക്കുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ കാര്യം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു ആ ഭാഗത്തേക്കേ നോക്കണ്ട. അവർക്ക് വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അവർ വിചാരിച്ചോട്ടെ. പിന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ ചിലപ്പോ ഒരുപാട് ആൾക്കാർ നമുക്ക് നെഗറ്റീവ് തന്നെ തരിക. നെഗറ്റീവ് ആൾക്കാരോട് ഒരു പരിധി നിങ്ങോട്ട് വിട്ട് നിൽക്കായിരിക്കും നല്ലത്. ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരില്ല, അവരിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് വിട്ട് നിൽക്കാനും നല്ലത്. നമുക്ക് ചില ആൾക്കാരായിട്ട് നമുക്ക് അങ്ങനെ വിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നമ്മളെ സ്വന്തം ആൾക്കാരേക്കാരം. അപ്പൊ അവരിൽ ഒരു ചെറിയൊരു അകലം പാലിക്കുക. നമ്മളെപ്പോഴും അങ്ങോട്ട് പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് ചിന്തിച്ചാൽ മതി. പെട്ടെന്ന് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ ചിലപ്പോൾ നമ്മളിപ്പോ ആരും ഉണ്ടാവില്ല. പതുക്കെ നമ്മളിപ്പം വരുമായിരിക്കട്ടോ. നമ്മൾ നന്നായിട്ടാണ് പോകണമെന്നുള്ളതെങ്കിൽ വരും. പക്ഷെ നമ്മൾ ഇടയിൽ വെച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യരുത് ഒരു കാര്യം. ചിലപ്പോ ചില താളപ്പിഴകളൊക്കെ ഉണ്ടാവും നമ്മളൊരു കാര്യത്തിൽ കണ്ട് ഇറങ്ങി തിരിക്കുമ്പോ. പക്ഷെ നമ്മളൊന്ന് പിന്തിരിയരുത്, മുന്നോട്ട് തന്നെ പോവുക. ശരിയാവും. പരിശ്രമിച്ച എന്ത് സംഭവവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഹലോ, ഓഡിയബിൾ ആണോ? എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹലോ, കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. എന്റെ പേര് നബീല, ഞാൻ കോഴിക്കോട്. ഇന്നത്തെ ക്ലാസ്സിൽ മാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് മാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോ ക്ലാസ്സുകളും ജസ്റ്റ് കേട്ട് പോവുക എന്നതിലപ്പുറം ആ കേട്ടിട്ടുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോ ചിന്തകളെ കുറിച്ച് മാം പറഞ്ഞു. ഇപ്പൊ എന്നെയൊക്കെ അപേക്ഷിച്ച് ഞാൻ മുന്നേ കുറച്ച് 4-5 വർഷം മുന്നേ എനിക്ക് എന്തെന്നെ പറ്റി. കാരണം ഹസ്ബൻഡിന്റെ അടുത്ത് ഗൾഫിലായ സമയത്ത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പൊ ഞാൻ അതേക്കുറിച്ച് ഖേദിക്കുന്നുണ്ട് കേട്ടോ. അത്രയും സമയം ഞാൻ വേസ്റ്റ് ആക്കിയല്ലോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ ഫേസ്ബുക്ക് കാണുക, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുക. പിന്നെ കുറെ ചിന്തകൾ, ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ നോക്കിയല്ലോ, അവരിങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ചിന്ത. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ ഉള്ളവർ ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ മാറിയത് കൊണ്ട് എല്ലാരും മാറി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അങ്ങനെ ചിന്ത വരുമ്പോ നമ്മൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് അതൊന്ന് ഡൈവേർട്ട് ആവുക. ഇപ്പോ നെഗറ്റീവ് ചിന്തകളുള്ള ആളുകളെ കണ്ടാൽ അവർ കുറഞ്ഞൊരു സമയം സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെന്ത് പറയുമ്പോഴും അതിൽ നെഗറ്റീവ് ഉണ്ടാവും. ചെയ്യരുത്, അത് പറ്റൂല, ഇത് പറ്റൂല എന്നുള്ളത്. എന്നാൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവര് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മളെ നല്ല ചുറ്റുപാടിനെ വളർത്തുന്ന കാര്യങ്ങളായിരിക്കും അവർക്ക് പറയാനുണ്ടാവുക. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കും. ഫസ്റ്റ് നമുക്കൊരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ചിന്തകളിലാണ്. ചിന്തകളാണ് വാക്കുകളായിട്ടും വാക്കുകൾ പ്രവർത്തികളായിട്ടുമാണല്ലോ മാറുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഒരിക്കലും. ഇപ്പൊ ഞാനൊക്കെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഒന്നും ഇപ്പൊ സമയമില്ല എന്ന് പോലും പറയാൻ എനിക്ക് മടിയാണ്, പറയാറില്ല. അത് പിന്നെ ഇല്ല എന്നോ പറയേണ്ടത് ഭയങ്കര ശ്രദ്ധിച്ചാണ് ഞാൻ പറയാറ്. കാരണം അത്രയും ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ എന്റെ കുട്ടികളിൽ അതുണ്ടാവരുത് എന്നുള്ളൊരു ബോധത്തോട് കൂടിയിട്ടാണ് എപ്പോഴും അവരോട് സംസാരിക്കാറ്. അതേപോലെ നമ്മള് പിന്നെ എപ്പോഴും ബിസി ആയിരിക്കുക. ഈ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് നമ്മളിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരാറ്.
നമ്മൾ ഒരു കാര്യം ചെയ്യാണ്, ആ ലക്ഷ്യം ശരിയാണോ, ഞാൻ ചെയ്ത മാർഗം ശരിയാണോ, ഈ രണ്ടും ഓക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാം. ഇപ്പൊ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിനെ കളിയാക്കാനും അതിനെ കുറ്റപ്പെടുത്താനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ചെയ്യുന്ന നമ്മുടെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കണ്ടിന്യൂ ചെയ്യുക. എന്തിപ്പോ ഒരു ജോലി ആവട്ടെ, പഠനമാവട്ടെ, എന്തിന് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് അതിൽ റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഗോൾ സെറ്റ് ചെയ്യുന്ന കാര്യം, നമുക്ക് ഇപ്പൊ നമുക്കറിയാലോ, നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ എവിടേക്കെങ്കിലും വിചാരിച്ച് നമ്മൾ പോയിട്ടുണ്ട് എവിടെ എത്തില്ലല്ലോ, നമുക്കൊരു കൃത്യ സ്ഥലം ഉണ്ടാവില്ല, ഇന്ന ഭാഗത്തേക്കാണ് എനിക്ക് പോകേണ്ടത്, അപ്പൊ ഇന്ന റൂട്ടിൽ കൂടിയാണ് എനിക്ക് പോകേണ്ടത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ആ റൂട്ടിലേക്ക് നമ്മൾ എത്തിപ്പെടും. നമ്മൾ ആ ലക്ഷ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ പോകണം, നമ്മൾ അങ്ങ് ഇറങ്ങും. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെക്കുക, ബാക്കിയുള്ളത് തവക്കൽത്തും. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അങ്ങനെ ഒരു ലക്ഷ്യം നമ്മൾ വെച്ചിട്ട് നമുക്ക് ലൈഫിന് ഒരു ലഹരി, ഒരു എൻജോയ്മെന്റ് കിട്ടും. അത് ഇന്നെത്തല്ലോ, നാളെത്തല്ലോ, അത് ചെയ്യാലോ, ഇത് ചെയ്യാലോ. അപ്പൊ പല തരത്തിലുള്ള ചിന്തകളും അതുമായിട്ട് കണക്ട് ആയിട്ട് നമ്മളിലേക്ക് വരും. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ക്ലാസ് വെരി യൂസ്ഫുൾ ആണ്. എല്ലാവരും ലൈഫിൽ അപ്ലൈ ചെയ്യാന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു നബില. പിന്നെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ചിന്തകൾ എല്ലാ മനുഷ്യർക്കും വരുന്ന ഒന്നാണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് കയറി വരും. പക്ഷെ ആ നെഗറ്റീവ് ചിന്ത വരുന്ന സമയത്ത് നമ്മൾക്കൊരു അവയർനെസ് ഉണ്ടാവുക, ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത് വരുന്നത് എന്നുള്ള ഒരു അവയർനെസ് വന്നിട്ട് അത് ആ സെക്കൻഡിൽ നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്, നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കുന്നാലും നെഗറ്റീവ് ചിന്ത വരില്ല എന്നൊരു ഇതുണ്ട്. പക്ഷെ ബിസി ആയിരുന്നാല് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, നമുക്ക് അന്നോടന്നുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു പോകാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നെഗറ്റീവ് ചിന്തയ്ക്ക് ഭയങ്കരമായിട്ട് ബിസി ആവുക എന്നുള്ളതല്ല, ബിസി ആവണം. നമ്മള് ഇപ്പൊ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തതിനൊക്കെ നമുക്ക് അതിന് പ്രത്യേക സമയം കണ്ടെത്തുക, ആ ഗോളിലേക്ക് എത്താനുള്ള. ഇപ്പൊ ലാംഗ്വേജ് പഠിക്കുന്ന ആളിനാണെങ്കിൽ അതിന്റെ ഗോൾ ഇപ്പൊ സെറ്റ് ചെയ്ത് ഇത്ര ദിവസം കൊണ്ട് ഞാൻ നന്നായിട്ട് സംസാരിച്ചിരിക്കുന്ന പറഞ്ഞിട്ട് ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തണം. ആ ടൈം ടേബിളിൽ അവരുടെ ടൈം ഉണ്ടായിരിക്കണം, ആ ടൈമിൽ അവർ പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ടൈം കിട്ടുകയാണ് ഇതുപോലെയുള്ള നെഗറ്റീവ് ചിന്ത വരികയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മോശം ചിന്തിക്കുന്നത് എന്ന് സ്വയം സ്വന്തത്തോട് തന്നെ ചോദിച്ചിട്ട് ആ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം സ്വയം നടത്തുക എന്നുള്ളതാണ്. ആ ഒരു അവയർനെസ്, നമ്മളുടെ ചിന്തകളെ കുറിച്ചുള്ള ഒരു അവയർനെസ് വരിക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ചിന്തകളുടെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഇന്ന് ഈ ഇരിക്കുന്ന നമ്മൾ ഇത്രയും ചിന്തിച്ചു കൂട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇന്നും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ചിന്തകളുടെ വിക്ടിം ആവാതെ അതായത് നമ്മുടെ ചിന്തകളുടെ ഇരകളാകാതെ നമ്മളുടെ ചിന്തകളെ നമ്മളെ അടിമയാക്കി മാറ്റുക, അതിനെ നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കി. അൽഹംദുലില്ലാ, ഇതൊക്കെ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് സ്വന്തത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട്, അവർക്ക് പലരും വിളിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം വിളിക്കുന്നവരുണ്ട്, അവരുടെ വിഷമങ്ങൾ പറയാൻ. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഒരു കൂടപ്പിറപ്പിനെ പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ അതാണ് ആ ഒരു മറ്റത് നമുക്ക് അവർ 5 ടെൻഷൻ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ 15 ടെൻഷൻ അങ്ങോട്ട് പറയും, മൊത്തത്തിൽ അവർക്ക് ഒരു 30 ടെൻഷൻ ആയി കിട്ടും. അതല്ല, നമ്മള് നമ്മുടെ ടെൻഷൻ മാറ്റി വെച്ചിട്ട് അവർക്ക് സമാധാനം കൊടുക്കുക എന്നുള്ളതാണ്. ഒരാൾ ഒരു അസുഖം പറയുമ്പോൾ 2 അസുഖം അങ്ങോട്ട് പറയുകയല്ല. അപ്പൊ സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ മാം പറഞ്ഞതുപോലെ സുഖാണോ എന്ന് ചോദിക്കുമ്പോ എന്ത് സുഖം, അവിടെ വേദന ഇവിടെ വേദന, മറ്റേ മരുന്ന് കഴിക്കണം, മറ്റേ ഹോസ്പിറ്റലിൽ പോയി അത് കുറവില്ലേ, അപ്പുറത്ത് പോയി. അപ്പൊ ഈ ചോദിച്ച ആളിന് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. അപ്പൊ അങ്ങനെ പോവാണ്ട് നമ്മൾ എന്ത് ചെയ്യാ, അവരുടെ അൽഹംദുലില്ലാ എത്ര അസുഖമായാലും അൽഹംദുലില്ലാ എന്ന് തന്നെ പറയാം. ഗൾഫിൽ ഈ അറബികളുടെ ഒരു പണ്ടത്തെ അറബികൾ, ഇപ്പൊ അവരിലൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ട്. മരിക്കാൻ കിടന്നാലും സക്രാത്തിന് അല്ലാണ് കിടക്കുന്നെങ്കിലും സുഖമാണോന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്നിങ്ങനെ പറയും. അപ്പൊ അതാണ് ആ ഒരു ഇത് നമ്മൾ ആ ഒരു കൾച്ചർ നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതുപോലെ ഈ അമേരിക്കക്കാരുണ്ടല്ലോ, ഇംഗ്ലീഷുകാരോടൊക്കെ നമ്മൾ പറയുമ്പോൾ അവരും പറയും ഗോഡ് ബ്ലെസ് യു എന്ന് പറയും. അവർക്കും അതെ, ബ്ലെസ് മീ ആൻഡ് യു, അങ്ങനെ പറയാറുണ്ട് അവര്. നമുക്കും നിങ്ങൾക്കും ഒരേപോലെ തന്നെയാണ്, നല്ല ബ്ലെസ്സിങ്സ് ആണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആ ഒരു കൾച്ചർ നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. എനിവേ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും ഞാൻ ഇപ്പോഴേ സ്വാഗതം ചെയ്യാണ്. പിങ്ക് ഹബിൽ എല്ലാവരും
ആഡാവുക. അതുപോലെ നമുക്ക് ഇനി ഒരുപാട് ക്ലാസ്സുകൾ കൊണ്ടുവരാനുള്ള ഒരു നമ്മൾ ശ്രമം നടത്തുന്നുണ്ട്. നിങ്ങളിൽ തന്നെ ആർക്കെങ്കിലും ഇതുപോലെ ക്ലാസ് എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു അവസരം തരും. വുമൺ എംപവർ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഒരു സ്ത്രീയെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പിങ്ക് ഹബ്ബ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഒരുപാട് പേര് ഇന്ന് വീഡിയോ ഓൺ ചെയ്ത് അവസാനം വരെ കേട്ടിരുന്നു. എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. മൈക്ക് മ്യൂട്ടാണ് മാം. ലൈല മാം മൈക്ക് മ്യൂട്ടാണ്. അത് ശരി. ഇതുവരെ നമ്മളെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു എന്ന് അറിയാം. പിന്നെ ഫീഡ്ബാക്ക് ഒക്കെ എല്ലാവരും അറിയിക്കാൻ പറ്റൂലേ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ? അപ്പൊ അവിടെയൊക്കെ അറിയിക്കുക. ഓക്കെ, അറിയിക്കാം മാം. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് ഇനി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.